Q Developers Comedy Super. വ്യത്യസ്തവുമായ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. വിശപ്പ് കാരണം പാട്ടും മറന്നുപോയല്ലോ. ആരാ കന്നാലികളെ കഴിച്ചു വിട്ടിരിക്കണേ? പുറത്താരുമില്ലേ? കന്നാലി അല്ല, കോരനാ. അവിടെ നിന്ന് കോരാതെ ഇവിടെ വന്ന് കോരുക. കോരനാ അല്ല, ഞാൻ കോരനാ, കോരൻ. കോരനായിരുന്നോ? 2 ദിവസത്തേക്ക് തന്നെ ഈ ഭാഗത്തേക്ക് കണ്ടില്ലാടോ. തൃത്താലക്കാവില് പൂരത്തിന് പോയിരുന്നു. ആഹാ, പോയിരുന്നോ? 7 ജഗജില്ലികളായ ആനകളല്ലേ നിരന്നിരിക്കണേ. ഐ, തൃത്താലക്കാവിലെ പൂരത്തിന് 6 ആനകളല്ലേ ഉണ്ടാവാറുള്ളൂ? തിടമ്പെടുത്ത 6 ആന, തിടമ്പെടുക്കാത്ത ഒരാന. അതേതാ ആ തിടമ്പെടുക്കാത്ത ആന? നമ്മടെ ഗോപാലന്റെ ഭാര്യ അമ്മിണിയെ ഇങ്ങനെ അങ്ങോട്ട് നിക്ക ആനകളുടെ അടുത്ത്. അവളൊന്ന് വിരിഞ്ഞു നിന്നാ അതൊരു നിപ്പാണേ. അതാണേ രാജമുഖി മൃഗരാജഗടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ. എടുക്കുക, എന്റെ കോളാമ്പി എടുക്കുക. കോളാമ്പി വേഗം ആവട്ടെ. കോളാമ്പി എടുക്കാൻ പറഞ്ഞിട്ട് പെയിന്റ് വാട്ടർ എടുത്തോണ്ട് വന്നിരിക്കണോ? എടോ, എന്റെ ശംഖ് കെട്ടിയ വെള്ളിയുടെ കോളാമ്പി അവിടെ. ആ കോളാമ്പി അല്ലേ ശംഭുവിന്റെ കടയിൽ കൊടുത്ത് പലചരക്ക് സാധനം മുറുക്കാനൊക്കെ മേടിച്ചത്? ആണോ? ആ വാമനൻ നമ്പൂതിരെ കണ്ടില്ലല്ലോ. എവിടെ പോയി കിടക്കണോ ആ ചപ്പൻ? അമ്പലത്തിലെ ഉഷപൂജ കഴിഞ്ഞിട്ട് നേരം എത്രയായി? ആ പടച്ചോറ് കിട്ടിയിരുന്നത് തിന്നായിരുന്നു. താൻ ഇത്ര നേരം എവിടെയായിരുന്നു? ഉഷപൂജ കഴിഞ്ഞിട്ട് എത്ര നേരായി? ഉഷ പോകാതെ അമ്പലത്തിൽ നിന്ന് പോരാൻ പറ്റുമോ തിരുമേനി? അല്ല, ഉഷപൂജ കഴിയാതെ വരാൻ പറ്റുമോ? ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇതാ പിടിച്ചോളൂ. ആയി, ഇതിനകത്തൊന്നും ഇല്ലാലോ. സമര അമ്പലത്തിലോ? ആര് സമരം? ദേവിയോ അതോ ദേവനോ? ദേവിയൊന്നും അല്ല, പിന്നെ ദേഹന്നക്കാര് ദേവകി സമരത്തിലാണ്. അതെന്തിനാ അവളിപ്പോ സമരം എടുക്കാൻ കാരണം? പൂജാരി പ്രസാദം കൊടുത്തത് പിടിച്ചില്ല അത്രേ. അവക്കെന്താ ഇത്ര സമ്മതി? പറയാ. അതിന്റെ കാര്യമുണ്ട്. പ്രസാദം കൊടുത്തപ്പോ പുഷ്പാഞ്ജലിയില് പ്രേമലേഖനം വെച്ച് കൊടുത്തിരിക്കണോ പൂജാരി. അതേത് ചപ്പൻ പൂജാരിയെ? എനിക്ക് അവനൊന്ന് കാണണ്ടല്ലോ. കോര, എവിടെ അവൻ? ആ ശപ്പൻ പൂജാരിയല്ലേ ദേ നിക്കണേ. ശരിയാണല്ലോ, താനല്ലേ അമ്പലത്തിലെ പൂജാരി. പിന്നെ താൻ എന്തിനാണോ ഇതൊക്കെ കാണിക്കണേ? അല്ല, അത് ഈ ബ്രഹ്മചര്യം തെറ്റൊന്നായപ്പോ താനൊരു നിത്യ ബ്രഹ്മചാരിയാണ്, ഓർക്കുക. അതെ. എടോ, ഒരു പൂജാരിയുടെ പണി എന്ന് പറഞ്ഞാൽ പരമസുഖല്ലേ. പിന്നെ താനെന്തിനാ ഈ തോന്നിയോ അത്തിന് കാണിക്കാൻ നിക്കണേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സുഖാണല്ലോ. ഇല്ലത്താണെങ്കിൽ പൊടിഞ്ഞ പട്ടിണി. പോരാത്തതിന് എനിക്ക് ബ്രഹ്മചാര്യം. ഒരു പുരുഷൻ ഇതിൽ കൂടെ സുഖം എന്താ വേണ്ട കോര? അതൊക്കെ എന്തിനാണോ? പഴയ പോലെ യുദ്ധം എന്നൊക്കെ നിർത്തി. അതിനൊന്നും വയ്യ. പട്ടിണി കിടക്കുന്നവന്റെ അടുത്ത് ഫൈറ്റിന് വരികയോ? യുദ്ധമല്ല, കത്തിക്കച്ചവടക്കാരാ. കള്ളന്മാരോ? എന്താ ഇതൊക്കെ? ഞങ്ങളുടെ പണിശാല രാജാവേ. രാജാവോ? ഇയാളെ കണ്ടിട്ടാകോ? അതങ്ങ് ഇവിടെ മാറ്റുക. എന്താ വേണ്ടേ? അറയിലിരിക്കുന്ന ആമയുടെ പെട്ടി നിൽക്കുക. അരയിലിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് അങ്ങനെ കൊടുക്കുക. എന്റെ അരയിൽ അരഞ്ഞാറ ചരട് വരെ ഇല്ല. അതെല്ലാം പോയില്ലേ? അരയിലിരിക്കണല്ല, അറയിലിരിക്കുന്ന ആമയുടെ പെട്ടി. പിന്നെ ഇവിടെ ഇരിക്കുന്ന കിണ്ടി, വണ്ടി, ചെണ്ട. അത് മാത്രമല്ല, ഇരിക്കുന്ന വല്യപ്പന്റെ ഫോട്ടോ കൂടി ഇരിക്കുകയാണ്. വല്യപ്പനോ? എടോ, പ്ലാക്കുറിശിയില്ലാത്ത മൂത്ത തിരുമേനി ആ വല്യപ്പനൊന്നാ വിളിക്കുന്നേ. എന്തിനാ തനിക്ക് ഇപ്പൊ ആ ഫോട്ടോ? അല്ല, എന്റെ അച്ഛനെ കാണാൻ ഒരു ഭംഗിയില്ലേ, അപ്പൊ അച്ഛനാ നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെക്കാനായിട്ടാ. ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ തീരും. ഇവിടെ ഒരു കിണ്ടിയില്ല, ഇവിടെ ഒന്നുമില്ലേ. ഇവിടെ പട്ടിണിയാണ് ഇവരൊക്കെ. ഏത് സമയത്താണ് ഇവിടെ കേറാൻ തോന്നിയത്? നീ വന്നടാ. ഇവിടെ നിന്ന ഒരു കോപ്പം കിട്ടിയല്ല. വിളിച്ചോണ്ടോ നീ? അതെ തിരുമേനി, ഏതായാലും ഇവിടെ നിന്നൊന്നും എനിക്ക് കിട്ടിയല്ല. ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് തന്നാൽ വാങ്ങിക്കുവോ? സന്തോഷമായിട്ട് വാങ്ങിക്കും കേട്ടോ. എന്താ ഇത്? ഇതെന്താ കണ്ണുകെട്ടിക്കളി വല്ലതാണോ? കണ്ണുകെട്ടിക്കളിയൊന്നും അല്ല. ഈ പെണ്ണില്ലേ, ഇവന്റെ പെങ്ങളാണ്. ഇവര് തമ്മിൽ ആങ്ങളെയും പെങ്ങളുമാണ്. അതെ അതെ അതെ. നല്ല ജോഡിയാ. രാവും പകലും പോലെ ഇരിക്കാം. പിന്നെ തിരുമേനിയുടെ മുഖം കണ്ട ഒരു കരുണയുള്ളവനാന്നറിയാം. അതെ, ഇവന്റെ അച്ഛന് ഈ സഹകരണ ബാങ്കിൽ കുറെ കടമുണ്ടായിരുന്നു. അപ്പൊ ഒരു സഹകരണവും കൂടാതെ ബാങ്കുകാർ വന്ന് വീട് ജപ്തി കൊണ്ടുപോയി. തിരുമേനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പെണ്ണിനെ കൊണ്ട് ഞങ്ങൾ രാത്രിയും പകലൊക്കെ കറങ്ങി കിടന്ന മോശമല്ലേ തിരുമേനി? അതുകൊണ്ട് വളരെ മോശമല്ലേ. 2 ദിവസം ഈ പെങ്കൊച്ചി ഇവിടെ ഇരുന്നോട്ടെ. 2 ദിവസം ഈ കുട്ടനെ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. പാവനാ, ഇവിടെ വരിക. അതെ ഏട്ട തിരുമേനി, കുട്ടിയെ കണ്ടിട്ട് ഒരു പാവാണെന്ന് തോന്നുന്നു. ഇല്ലത്തങ്ങടെ നിന്നോട്ടെ. കുട്ടി പാവോ? പക്ഷെ താൻ പാവമല്ലല്ലോ. അതുകൊണ്ട് കുട്ടിയെ നിർത്താം. കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെ, വിരോധമില്ല. അപ്പൊ 2 ദിവസം കഴിയുമ്പോ ഞങ്ങൾ വരും. ഓക്കെ, ആയിക്കോട്ടെ. ആരെങ്കിലും കെട്ടൊന്ന് അഴിച്ചു തരുമോ? അഴിച്ചു കൊടുക്ക കോര. പോലീസ് കയറ്റി. ഞാൻ 3 എണ്ണത്തിന് ഞാൻ പോലീസ് കയറ്റും. മതി, പോലീസ് കയറ്റാ മതി. ഈ പൂജാരിയുടെ പണി അങ്ങനെ നിർത്തുക. ഈ കുടുമിയെ നടക്കുക, പോലീസ് ജോയിൻ ചെയ്യുക, ഇദ്ദേഹത്തെ SI ആക്കാൻ ഞാൻ കോൺസ്റ്റബിൾ. അല്ല, ഈ പ്രായത്തിലൊക്കെ എന്നെ SI ആക്കുവോ?
പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നാ പറഞ്ഞു മൂന്നെണ്ണത്തിന്. അയ്യോ, അതെന്ത് കാര്യത്തിനാ? എന്നെ കിഡ്നാപ്പ് ചെയ്തേന്. എന്തത് കൃഷ്ണാപ്പ് ചെയ്തോ? എന്തൊക്കെയാ ഈ കുട്ടി പറയണേ? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുള്ള ഭാവന. എന്റെ തിരുമേനി ഈ കുട്ടി പറയണത് ആരും വിശ്വസിക്കില്ല. നമ്മൾ രണ്ടുപേരും വേളിയാണെ കഴിച്ചിട്ടില്ല. ഇല്ല. ഇയാൾക്ക് കൃഷ്ണാപ്പ് ചെയ്യാൻ അറിയാനും പാടില്ല. പിന്നെ ആരായത് വിശ്വസിക്കണേ? എന്നെ തട്ടിക്കൊണ്ട് പോന്നേനെന്ന്. തട്ടിക്കൊണ്ടുപോയതെന്താ ഫുട്ബോളാ? താന്ന് പോടോ. എന്റെ അച്ഛനാരാണെന്ന് അറിയോ? അച്ഛനാരാണെന്ന് അറിയാമോന്ന് പറഞ്ഞ് ഇല്ലത്തെ കോടി കയറി വരികയാണോ? അതല്ല പറഞ്ഞത്, ഞാൻ ഒരു മന്ത്രിയുടെ മോളാ. മന്ത്രിയുടെ മോളോ? അപ്പൊ ഇവിടെ നിന്ന് പോയ കറുത്ത പെടച്ചവൻ അവനും മന്ത്രിയുടെ മോനാണോ? കണ്ടാ പറയില്ലാട്ടോ. അച്ഛന്റെ നടപ്പ് ശരിയല്ലോ. വെടിപ്പല്ലാള് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അച്ഛൻ ഒരു കോടീശ്വരനാ. എന്നെ തട്ടിക്കൊണ്ട് വന്നിട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിക്കാൻ അവരുടെ പ്ലാൻ. മോളെ, ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലക്ഷങ്ങളുടെ കണക്ക് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ പേടിയാ. കുട്ടിക്ക് അറിയാമോ, ഈ ഇല്ലം മാത്രമേ ഉള്ളൂ, മുഴുപട്ടിണിയാ. ഈ കോരം പണിക്ക് പോയിട്ടാ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണേ. അപ്പൊ ഞങ്ങളോട് വന്ന് ലക്ഷങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിശന്നിട്ട് ചന്ദന കുട്ടി വരെ എടുത്ത് തിന്നു. എങ്ങനെ വിഴുങ്ങാതിരിക്കും? മനുഷ്യനല്ലേ, നിലനിന്ന് പോണ്ടേ. എന്നാ നിങ്ങളുടെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി ഞാനൊരു മാർഗം പറഞ്ഞു തരട്ടെ. എന്താണാവോ? എന്നെ തട്ടിക്കൊണ്ട് വന്നത് നിങ്ങളാണെന്ന് പറയണം. എന്നിട്ട് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ നിങ്ങൾ മേടിച്ചോ. നടക്കണ കാര്യം വല്ലോണ്ട് പറയൂ കുട്ടി. നടക്കുമെന്ന് ഇത് ഞാനല്ലേ പറയുന്നേ. ഹലോ, നാളെയാ പണിയുണ്ടാ? കോരന് നാളെ പണിയുണ്ട്. അപ്പൊ നാളത്തെ ഭക്ഷണ കാര്യം, നാളത്തെ കാര്യം ഓക്കെ. താൻ ആ ഫോൺ നോക്കട്ടെ. എന്റെ അച്ഛന്റെ നമ്പർ ഞാൻ ഡയൽ ചെയ്തിട്ടുണ്ട്. തിരുമേനി വിളിച്ച് പറഞ്ഞോ, മോളെ തട്ടിക്കൊണ്ട് വന്നേക്കിനാണ് 50 ലക്ഷം രൂപ ഇപ്പൊ കിട്ടണോന്ന് പറയാം. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ശരിയാവോ? ഏട്ടാ തിരുമേനി അങ്ങോട്ട് പറയാ. തിരുമേനി പറഞ്ഞോ, അതും ഭീഷണിയുടെ സ്വരത്തിൽ പറയണം. കേശണിയുടെ സ്വരമൊന്നും എനിക്ക് വശമില്ല. ഗൗരവത്തിൽ അങ്ങോട്ട് പറയേട്ടാ, പറയാ. വിദ്വാൻ അത് തന്നെ. അതെ, മന്ത്രി വിദ്വാനല്ലേ? അതെ. തന്റെ മകളെ തട്ടിക്കൊണ്ടുവന്നിരിക്കുക. ഞാൻ ആരാണെന്നോ? പേര് പറയരുത്, പേര് മാറ്റി പറ. പ്ലാക്കുരിശില്ലത്തെ വാമനൻ നമ്പൂതിരി. എന്താ പേര്? ആയിക്കോട്ടെ. എന്താ വേണ്ടതെന്നോ? പണം വേണം ഞങ്ങൾക്ക്, പണം 50 ലക്ഷം രൂപ. അതെ. വിശ്വാസാവണില്ല. ഇങ്ങനെ പറഞ്ഞ ആര് വിശ്വസിക്കാനാ? ഇങ്ങോട്ട് താ. അയ്യോ അച്ഛനെ തട്ടിക്കൊണ്ട് വന്നേക്കാ. എന്നെ എങ്ങനെയെങ്കിലും കാശ് കൊടുത്ത് രക്ഷിക്കാ. അയ്യോ തല്ലല്ലേ. അച്ഛൻ എന്നെ തല്ലി കൊല്ലോ. ഒന്ന് ഓടി വാ അച്ഛന്ന്. ഏട്ടാ, അന്തർജനത്തിന്റെ ബാധ ഇവിടെ ഉണ്ടോന്നൊരു സംശയം. എന്താ കുട്ടി കാണിക്കണേ? ഇങ്ങനെ പറഞ്ഞാലേ കാശ് കൊണ്ട് വരുവുള്ളൂന്ന്. ആണോ? അയ്യോ ഇത് പിന്നെ വിളിക്കുന്ന എടുത്തു കൊടുത്തോ. വിദ്വാൻ, ഇപ്പൊ വിശ്വാസമായോ? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ടെന്ന്. പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നു കളയോന്ന് പറ. പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയോന്ന്. കുട്ടിയെ കൊന്നുകളയോന്ന്. അതെ. ആര് കൊല്ലുന്നോ? എന്റെ കോരൻ കൊല്ലും. എന്റെ പട്ടി കൊല്ലും. എങ്കി വാമനൻ നമ്പൂരി കൊല്ലും. വേണ്ട, ഇവിടെ കിടന്ന് പട്ടി കിടന്ന് ചത്തോളും. ആരെങ്കിലൊക്കെ ആയിട്ട് കൊല്ലും. കട്ട് ചെയ്തിരിക്കണം. ആയിക്കോട്ടെ, എന്തായാലും അച്ഛൻ ഇപ്പൊ പേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. അതാ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞേ. അതെല്ലേ? പിന്നെ വിളിക്കണു. എടുക്കുക. ഇയാള് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള പരിപാടിയാണോ? ഗൗരവത്തിൽ അങ്ങോട്ട് പറയാ. വിദ്വാൻ, 50 ലക്ഷമായിട്ട് വരാന്നോ? എവിടെ വരണമെന്നോ? ഒരു നിമിഷം. എവിടെ വരണമെന്നോ? നമ്മുടെ സ്ഥലത്ത് വരാൻ പറയാം. ഒറ്റപ്പാലത്ത് വരിക. ഒറ്റയ്ക്ക്. അതും ഒറ്റയ്ക്ക് വരിക. കട്ട് ചെയ്തിരിക്കണു. സമാധാനായി. പണം കിട്ടുവോ? പണം കിട്ടും. ഞാൻ പറഞ്ഞില്ലേ കഷ്ടപ്പാടൊക്കെ മാറുമെന്ന്. 50 ലക്ഷം തരുമല്ലോ അല്ലേ? തരുമെന്നേ. അസലായിരിക്കണോ തിരുമേനി? എന്താ പരിപാടി? ഈ അശ്ലീകരത്തെ ഈ കുടുംബത്തൊന്ന് ചവിട്ടി പുറത്താക്കുക. ഇറങ്ങാ കോരാ. ഞങ്ങളൊക്കെ കുടുംബത്ത് പറഞ്ഞ തിരുമേനി വരാ. നീ എവിടാ പിറന്നത്, എന്തിനാ പിറന്നെന്ന് അറിയാവോ? ഇറങ്ങാ. എത്ര കാലമായി ഇങ്ങനെ ഇത്തൽ കണ്ണി പോലെ ഇവിടെ കൂടിയിരിക്കണു. പുറത്തേക്ക് ഇറങ്ങാ. ലക്ഷപ്രഭുക്കളാ ഞങ്ങളിപ്പോ. പണ്ട തൂമ്പാ പണിക്ക് പോയി 3 നേരം 2 എണ്ണത്തിനും ഭക്ഷണം കൊടുത്തിട്ട് ഇതെന്താ 10 കാശ് കിട്ടിയപ്പോ എന്നെ ചവിട്ടി ഇറക്കണം. ആരും മുട്ടണ്. അത് പുറത്തിട്ട് ഇടിക്കണ. അതിന്റെ സൗണ്ടല്ല, കഥവിൽ ആരും ഇടിക്കുന്നുണ്ട്. അയ്യോ അത് അച്ഛൻ തന്നെ ആയിരിക്കും. കാശായിട്ട് വന്നായിരിക്കേ. എന്തായാലും ഞാൻ ഇവിടെ നിക്കണില്ല. എന്നെ തട്ടുംപുറത്ത് കെട്ടിയിട്ടേക്കാന്ന് പറഞ്ഞാൽ മതി. അതെ, തട്ടുംപുറത്തെ കുട്ടി ഒറ്റക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അവിടെ അലങ്കോലായി കിടക്കാം. വേണ്ട, താൻ പോയാലേ അവിടെ അലങ്കോലാവുള്ളൂ. കുട്ടി ഒറ്റക്ക് പൊക്കോട്ടെ. അതെ, പ്രൗഢിയിലൊക്കെ നിൽക്കേട്ടാ. പോലീസാ മാറിക്കടാ. ആരാണ് ഇവിടെ വാമനൻ നമ്പൂരി? അതാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആരാ? ഞാൻ കോരൻ. ഞാൻ റാമൻ. ഇവിടെ പറമ്പിലും തൂമ്പാപ്പണിക്ക് വന്നവരാ. പോലീസിനോട് ആരാണ് വാമനൻ നമ്പൂരി? ഇവനാ വാമനൻ നമ്പൂതിരി. എല്ലാത്തിനും കാരണക്കാരൻ ഇവനാ. ഇവനാ? ഞാൻ കോരൻ നമ്പൂതിരി.
നമ്പൂതിരിയാ. ഇന്നലെ അമ്പലത്തിൽ പുഷ്പാഞ്ജലിയില് പ്രേമലേഖനം എഴുതി വെച്ചതാരാ? നോമാണ്. ആണല്ലേ? നീ അതിൽ എന്താ എഴുതി വെച്ചത്? കുട്ടിക്ക് എന്നെ ഇഷ്ടാണോ എന്നാണ് എഴുതി കൊടുത്തത്. അത് ഞാൻ വായിച്ചപ്പോ കുട്ടിക്ക് കുഷ്ഠമാണ് എന്നാണല്ലോ നീ എഴുതിയേക്കുന്നത്. പള്ളിക്കുടുത്തി പോകത്തിന്റെ കുഴപ്പമാണ്. അന്നൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ 10 മണിക്ക് എന്റെ സ്റ്റേഷനിൽ വന്ന് ഹാജരാകാം. ആ പെണ്ണ് വന്നൊരു പരാതി വന്നിട്ടുണ്ട്, നിന്റെ ഇഷ്ടവും അവളുടെ കുഷ്ഠവും ഞാനൊന്ന് പരിശോധിക്കും കേട്ടാ. ഇപ്പൊ പോവാ, ഓർമ്മയുണ്ടല്ലോ? 10 മണി. ഓ ആയിക്കോട്ടെ. ഓടാ. എന്റെ ശിവനെ, ഏട്ടാ ശരി. കഷ്ടം. എന്താ ചെയ്യാ? എന്നാ ഞാനങ്ങോട്ട് പോട്ടെ. പോവല്ലേ, നീ അങ്ങനെ പോവല്ലേ. ഈ ചെക്കനെ ജാമ്യത്തിൽ എടുക്കണ്ടേ? കുറച്ച് കാശ് എവിടെന്നെങ്കിലും സംഘടിപ്പിക്കുക. അതെ. അതിന് ഞാൻ അല്ല, പിന്നെ ആരോ വേറെ ആരോ മുട്ടണുണ്ടല്ലോ. മുട്ടണുണ്ട്. ആ പോലീസുകാരൻ പോയില്ലേ? ആരാന്ന് നോക്ക കൊര. ഒരു ഖദർധാരിയാ, കയ്യിലൊരു പെട്ടിയുണ്ട്. മന്ത്രിയാ. ഉറപ്പിക്കാൻ പോ. ഉറപ്പിക്കാം. പെട്ടിയില് ലക്ഷങ്ങളായിരിക്കുമല്ലേ? ലക്ഷങ്ങളായിരിക്കും. ഇറങ്ങുക, ഞങ്ങളുടെ ഇല്ലത്തുനിന്ന് ഇറങ്ങുക. എന്തിനാ ഇവിടെ ഇട്ടിൽ പോലെ നിക്കണേ? ലക്ഷപ്രഭുക്കളാ ഞങ്ങള്. പോടാ. ഒരു കാലത്ത് കൂടെ പിടിക്കുന്നത്. ഇറങ്ങ കൊര. അമ്പടാ. അതെ, ആ, ഇതല്ലേ ഈ പ്ലാക്കുരിശി ഇല്ലം? ഇതുവരെ ഇതായിരുന്നു. എന്നെ മനസ്സിലായ? ഞാൻ ഗോവിന്ദൻ, വനം വകുപ്പ് മന്ത്രിയാ. അതെ, എനിക്ക് ഇവിടുന്ന് ഒരു കോള് വന്നിരുന്നു. എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയിരിക്കാണ്, 50 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ എന്റെ മോളെ വിടാന്ന് പറഞ്ഞൊരു കോള് വന്നിരുന്നു. നിങ്ങളാണ് വിളിച്ചത്? അതെ. ഒരു മര്യാദ ഉണ്ടാ? ഞാൻ ഒറ്റപ്പാലത്ത് ഒറ്റയ്ക്ക് ഒന്നിക്കാൻ വേണ്ടി 1 മണിക്കൂറായി. ഒരു ഒറ്റ കോൾ നിങ്ങൾ തന്നെ ചെയ്താ? ഫോണിൽ ബാലൻസ് ഇല്ല. ബാലൻസ് ഒക്കെ പോട്ടെ, എന്റെ മോളെ ഇവിടെ. മോള് തട്ടുമ്പുറത്ത് കെട്ടിയിട്ടിരിക്കുക. പണം തന്നാൽ മോളെ അങ്ങോട്ട് വിട്ടു തരും. പണമുണ്ട്, മോളെ തന്നാൽ പണം തരും. പണം ഉണ്ടോ? പണമുണ്ട്. 50 ലക്ഷം ഉണ്ടോ? 50 ലക്ഷം തികച്ചിട്ട് മോളെ വിളിക്കേ. അച്ഛാ, ഞാനിവിടെ ഉണ്ട് അച്ഛാ. എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റില്ല മോളെ. ഇല്ല. ഇവര് ഉപദ്രവിച്ചെന്ന് ഇല്ല ചേട്ടാ, ഒന്നും ഒരു ചെയ്തില്ല. കുഴപ്പമില്ലല്ലോ. ഇല്ല. ഇപ്പോഴാണ് അച്ഛന് സമാധാനമായത്. മോളെ ഇങ്ങോട്ട് മാറിക്കേ. അതെ, ഇല്ലം വളഞ്ഞിരിക്കുകയാണ്. പഴയ ഉരുപ്പടികളല്ലേ വളയും. അതല്ലടോ, പോലീസ് ഇല്ലം വളഞ്ഞിരിക്കുകയാണെന്ന്. ഇനിയുള്ള കാലം 2 പേർക്കും ജയിലിൽ ഗോതമ്പ് ജീവിക്കാം. ഗോതമ്പുണ്ട്. ആ, ഇതിലും ഭേദം അവിടെ ഉണ്ടെങ്കിലും കിട്ടുമല്ലോ. നല്ല ഇടിയും കിട്ടും. ആണോ? അച്ഛ, ഇവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇവരെന്നെ രക്ഷിച്ചതാണ്. വേറെ 2 കള്ളന്മാരെ എന്നെ തട്ടിക്കൊണ്ടു വന്നത്. അതെ. അയ്യോ സോറി ട്ടാ, ക്ഷമിക്കണം. എനിക്കിപ്പോ മോള് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പൊ എന്തായാലും ഞാൻ കള്ളന്മാർക്ക് കൊടുക്കാനായിട്ട് കാശ് കൊണ്ടുവന്നത്. എന്റെ മോളുടെ ജീവൻ രക്ഷിച്ചെത്തിക്കേ. ഇത് നിങ്ങൾ വെച്ചോ. ഏട്ടന്റെ കൊടുക്ക. എത്രയുണ്ടത്? 50 ലക്ഷം തികച്ചുണ്ട്. ശിവനെ. ഓക്കേ, വാ മോളെ. എണ്ണി നോക്കണോ? വാമന, ഓ, തൃത്താലപ്പൂരം നമുക്ക് ഒന്നും കൂടി നടത്തണ്ടോ? കൊല്ലും ഞാൻ ഏട്ടനാന്ന് വിചാരിക്കില്ല. ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇത് എന്ത് ചെയ്യണോന്ന് ആ, എനിക്കറിയാം. വരുന്നു. ആരാ? പെങ്ങളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയാ. ഇവന്റെ പെങ്ങളെ അതിന്റെ തന്തയെ മന്ത്രി വന്ന് കൊണ്ടുപോയി. നിങ്ങൾ 50 ലക്ഷം തട്ടാനുള്ള പ്ലാൻ ആയിരുന്നല്ലേ? അത് ഞങ്ങള് നടത്തി. 50 ലക്ഷം ഞങ്ങൾ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ വണ്ടിയിലെ ഓളയും കൊണ്ട് പോയി. തിരുമേനി ജീവിക്കാൻ ഒരു ഗതിയില്ലാത്ത കൊണ്ടാണ് ഈ തരികിട പരിപാടിയൊക്കെ നടക്കുന്നത്. പിന്നെ തിരുമേനി ഒരു കാര്യം ആലോചിക്കണം. ഇതിനൊരു മാർഗം ഉണ്ടാക്കി തന്നത് ഞങ്ങളല്ലേ? ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളല്ലേ? അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നാ. വാമന, എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യാ. 5 ലക്ഷം രൂപ 2 പേർക്കും അങ്ങോട്ട് കൊടുത്താലോ ഏട്ടാ? വാമനം പറഞ്ഞ എനിക്ക് പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. എടുക്ക, പണം കൊടുക്ക, പണം കൊടുക്ക. പറഞ്ഞില്ലേ ഭയങ്കര കരുണയുള്ള മുഖമാണ് തിരുമേനിയുടെ. വേണ്ട, സുഖിപ്പിക്കല് വേണ്ട. ഏട്ടൻ അങ്ങോട്ട് കൊടുക്ക. ആ കൈ അങ്ങോട്ട് നീട്ടുക. തുടരുത്, അയത്തയാവും. 5 ലക്ഷം രൂപയുണ്ട്. സന്തോഷമായില്ല തനിക്ക്? സന്തോഷം തിരുമേനി. ഓ, ഇത് മൊത്തം 1500 നോട്ടുകളാണല്ലോ. ആ, ഈ പെട്ടി നിറച്ച് അങ്ങനെ തന്നെയാ. 100ന്റെ ഒറ്റെണ്ണം പോലും ഞങ്ങള് വാങ്ങിയിട്ടില്ല. എന്നാ ഇന്ന് 100ന്റെ നോട്ടിന്റെ വിലയുള്ളു. അതെന്താ? തിരുമേനി 1000-500 നോട്ടൊക്കെ സർക്കാർ ഇന്നലെ അസാധുവാക്കിയില്ലേ? നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കണത്? അപ്പോ ഞങ്ങളുടെ ഈ 50 ലക്ഷം ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം. അതുകൊണ്ട് വല്ല കത്തിച്ചുങ്ങളാ. ഈശ്വര, നോട്ടുകൾ അസാധുവാക്കിയത് സാധുക്കൾക്കാണല്ലോ പണി കിട്ടിയിരിക്കണേ. വാമന, എന്തോ ഇനി നാളെ മുതൽ നമ്മള് എന്ത് ചെയ്യും? നമുക്ക് കോരാ. എന്നത്തെ പോലെ തന്നെ വളരെ വ്യത്യസ്തരായിട്ടുള്ള അതിഥികളാണ് കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്നത്തെ അതിഥികളും. ടീം 5 എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി എത്തുന്നു മലയാളത്തിന്റെ ശ്രീശാന്തും നിക്കി ഗൽറാണിയും. കടലിലെ തിരകളെ ഇവളെനിക്കാരെന്നറിയുമോ? മലകളെ പുഴകളെ മനസ്സ് ചോദിച്ചു പറയുമോ? പിടയ്ക്കും നെഞ്ചിനകത്ത പൊൻകൊലുസിൻ താളം തുടിച്ചൻ കണ്ണിമയൊന്നാ കുഞ്ഞ്
നമസ്കാരം. നമസ്കാരം. ആഹാ, നന്നായിട്ട് നമസ്കാരം പറഞ്ഞു. നമസ്കാരം. സുഖല്ലേ? ഒരുപാട് വളരെ സുഖാണ്. വെൽക്കം ടു കോമഡി സൂപ്പർ നൈറ്റ് 2. താങ്ക് യു. അപ്പോൾ ടീം 5 എന്ന സിനിമയിലെ നായകനും നായികയുമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. എന്താണ് ടീം 5? ഇതൊരു 5 ഫ്രണ്ട്സിൻ്റെ ഒരു സിനിമയാണ്. ബൈക്ക് സ്റ്റണ്ട്സിനെ കുറിച്ചാണ്. രാജ് സക്രിയാണ് പ്രൊഡ്യൂസർ, റെഡ് കാർപ്പറ്റ് ഫിലിംസ് ആണ് പ്രൊഡക്ഷൻ. നമ്മുടെ ഒരു ഫസ്റ്റ് പുതിയൊരു ഡയറക്ടറാണ് സുരേഷ് ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയുമാണ്. പിന്നെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു മ്യൂസിക് ചെയ്യുന്നത് ഗോപി സുന്ദർ ചേട്ടനാണ്. എല്ലാം എൻ്റെ അളിയൻ പാടിയിട്ടുണ്ട്. അങ്ങനെ നല്ല നല്ല കുറേ ആളുകൾ പാടിയിട്ടുണ്ട്. പിന്നെ ഒരു ഭയങ്കര വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലക്കി ഗൽറാണി അല്ലെങ്കിൽ നിക്കി ഗൽറാണി നായികയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ഒരു സ്റ്റാറിൻ്റെ ഒപ്പം അഭിനയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതാണ് പുകഴ്ത്തി പറഞ്ഞാലും ഇതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ എൻ്റെ അനീതിയായിട്ട് പേളി മാനയാണ്. അപ്പം അവരെല്ലാവരും എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് ഭയങ്കര ജോവിയലായിട്ടൊരു ക്യാരക്ടറാണ് പേളി മാനി. അപ്പം നന്നായിട്ടുണ്ട്. ഒരു ഫാമിലി എൻ്റർടൈനറും കൂടിയാണ്. ബൈക്ക് സ്റ്റണ്ടിനും അല്ലെങ്കിൽ റേസും മാത്രമല്ല സിനിമ. അപ്പോൾ എല്ലാവരും ഒരു ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഫസ്റ്റ് പടമാണ്. ക്രിക്കറ്റിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്തു തോന്നുന്നു. വർഷം എൻ്റെ ലാസ്റ്റ് പടമാ. സോ പ്ലീസ് വന്ന് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മലയാളി എന്ന് പറയുന്നത് ശ്രീശാന്തേട്ടൻ തന്നെയാണ്. അയ്യോ ഇല്ലേ, ലാൽ സാർ, മമ്മൂട്ടി സാർ, എത്ര പേരുണ്ട്. അങ്ങനെ അവരെല്ലാവരുടെയും അവരുടെയൊക്കെ എനിക്ക് തോന്നുന്നു അവരൊക്കെ ലെജൻസ് ആണ്. ഞാൻ എനിക്ക് തോന്നുന്നു കിൻഡർ ഗാർഡനിൽ ഇപ്പം ഇങ്ങനെ കിൻഡർ ഗാർഡൻ പോലും ആയിട്ടില്ലേ നമ്മൾ പറയില്ലേ എൻ്റെ അത് സിനിമയിലാണ്. പക്ഷെ അല്ലാതെ ഇത്രയും പ്രശസ്തരായിട്ട് അല്ല എങ്കിലും അല്ല ഞാൻ താഴ്ന്നു ശ്രീശാന്തേട്ടൻ പറയണല്ല ശരിക്കും. ഐ തിങ്ക് ദേ ഹാവ് പി ടി ഉഷ ചേച്ചി, അയ്യം വിജയൻ ചേട്ടൻ, ഇവരുടെയൊക്കെ ഭയങ്കര വലിയ ഫാൻസാണ്. അപ്പോൾ അവരുടെ ഒരു അംശം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ടീം 5ലെ നായികയെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു, ലക്കികൾ റാണിയെ പറ്റി. പക്ഷേ ലക്കികൾ റാണി നായകനെ പറ്റി എന്താണ് പറയാനുള്ളത്? വെൽ ഞാൻ പറയാം. I know him since when I was a little മലയാളം ഇവിടെ ഓൺലി മലയാളം. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. സോ എനിക്ക് ശ്രീ എൻ്റെ ഹൈസ്കൂളിൽ നിന്ന് അറിയും. ഹൈസ്കൂൾ മുതൽ അറിയാം. എനിക്ക് ഞാൻ ഹൈസ്കൂളിൽ ഇരിക്കപ്പുറത്ത് അപ്പോഴേന്ന് എനിക്ക് ശ്രീ അറിയും. സോ എനിക്ക് അത് ഹീറോ ഒരു ആക്ടർ அந்த ഫീലിംഗ് വന്നില്ല. ബിക്കോസ് ഫോർ മീ ഹി വാസ് മോർ എ ഫ്രണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ ലിറ്റിൽ ഡിഫറെന്റ്. ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ട് പോയപ്പോഴത്തെ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഫ്രണ്ട് ആക്കി അപ്പോൾ ഹീറോ അങ്ങനെ എങ്ങനെ നോക്കാം அந்த ഫീലിംഗ് ഇരുന്നു. റൊമാന്റിക് ആയിട്ട് നോക്കാനൊക്കെ റൊമാന്റിക് ഇല്ല. ഇൻ ജനറൽ ആസ് ആൻ ആക്ടർ റൊമാന്റിക് ഇല്ല. പണ്ടത്തെ 1942 മരം ചുറ്റി പ്രേമമൊക്കെയാണ്. ഇല്ല കണ്ടില്ല, ഒരു പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ദിവ്യയാണ് പാടിയിരിക്കുന്നത് അല്ലേ? അപ്പം ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്. അപ്പോൾ അതിലാണെങ്കിലും കണ്ടറിയാം ഒരു ഡ്രീം സീക്വൻസിലൊക്കെ സാധാരണയാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി പ്രണയമൊക്കെ ആയിരിക്കും. ഇത് ഞാൻ ചുമ്മാ കാട്ടിക്കൂടെ നടന്നു പോണു. എന്നാ പിന്നെ നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കാണണ്ടേ? അതെ, നമുക്ക് ട്രെയിലർ ഒന്ന് കാണാം. I believe you should live your life with passion. നിന്നോടൊക്കെ പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ പബ്ലിക് റോഡിൽ ഇമാതിരി പരിപാടിയായിട്ട് വന്നേക്കരുതെന്ന്. അല്ലെങ്കിൽ തന്നെ ഈ പബ്ലിക്കിന്റെ ഒരു ധാരണ ഈ ബൈക്ക് സ്റ്റണ്ടിങ് എന്ന് വെച്ചാൽ ഒരുമാതിരി സ്റ്റാഫ് പിള്ളേരുടെ ഭ്രാന്തം കളിയാണെന്ന്. ഇതൊരു അഡ്വഞ്ചറസ് സ്പോർട്സാണ്. ഭാമല്ല ഐറിൻ, അങ്ങനെ വിളിച്ചാൽ മതി. ഒരു പാലോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ദേവായി ഒരു ശേഷം കുറെ ശിഷ്യന്മാരും വന്നു. ഇതിനായിരുന്നോടാ ഇല്ലാത്ത കാശ് മുടക്കി ബൈക്ക് മേടിച്ചു തന്നത്? ബൈക്ക് സ്റ്റണ്ട് എന്ന് പറഞ്ഞ ഒരു അഡ്വഞ്ചർ സ്പോർട്ടാണ്. അവിടെ എന്റെ ബർഗർ അല്ല ബ്രദർ ഇരിക്കുന്നു. ഗ്ലാസ് വെക്കണോ? ഗ്ലാസ് വെച്ചോ. എന്താ പരിപാടി? അഖിലിനെ കാണാൻ വന്നു. ഓ റൊമാൻസ് ആയിരിക്കും. നീലശംഖപുഷ്പമേ സൂര്യകാന്തി പൂക്കളേ എന്നെ നോക്കി വഴി നിന്നതാരു തെന്നലേ. Guys, put your hands together for Team 5. റൊമാൻറ്റിക് അല്ല എന്നൊക്കെ കള്ളം പറഞ്ഞു കേട്ടോ. അല്ല ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത് ഇങ്ങനെ ഭയങ്കര പ്രണയാഭ്യർത്ഥന. അത്ര റൊമാൻറ്റിക് ഇല്ല. എല്ലാവർക്കും ഇഷ്ടായോ? എല്ലാരും ഇഷ്ടായില്ലേ? താങ്ക് യു. സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഓ വലിയ സന്തോഷം. പേരെന്തുവായിരുന്നു? പേര്
നിക്കി ഗൽറാണി. എന്തായിരുന്നു? നിക്കി ആ ഗൽറാണി. കൊള്ളാം. ആരെങ്കിലും ഒരു കസേര കൊടുക്കുവോ? അപ്പൊ നമുക്ക് ഇരുത്തി ഗൽറാണി ആക്കാലോ. അങ്ങനെ ഒരു സാധ്യത അതിനകത്ത് കിടപ്പുണ്ട്. എനിക്ക് ഒരു പേരുണ്ടോ, നിക്കി ഗൽറാണി. കണ്ടോ കണ്ടോ? ഞാൻ എങ്കിൽ പോനാലും ചെന്നൈയിലെ കൽറാണി ചെയ്തു, കേരളയിൽ ജിൽറാണി ഗിൽറാണി ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഒരു പുതിയ നെയിം നിങ്ങൾ കറക്റ്റ് നെയിം പറയാം. നിക്കി ഗൽറാണി കറക്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഞാൻ അപ്പുറത്തോടൊന്ന് പൊക്കട്ടെ. ശരി. നമസ്കാരം. നമസ്കാരം. വലിയ സന്തോഷം കണ്ടതില്. ഇപ്പൊ ഞാൻ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ത്രീക്ക് ഒരു കൈസഹായം ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്. അതെ അതെ. ദൈവം സഹായിച്ച് ഇപ്പൊ എനിക്ക് കൈ സഹായത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ലല്ലോ, സാമ്പത്തികമല്ല. സാമ്പത്തികമാണ് കൈസഹായം ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞു. ഇത് അങ്ങനല്ല. അതന്നെ ഞാനും വിചാരിച്ചു. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോ ശ്രീശാന്ത് ഇപ്പോ സിനിമയിലേക്ക് അഭിനയം തുടങ്ങിയല്ലോ. അപ്പൊ ഇനിയിപ്പോ സിനിമയിലേക്ക് തിരക്കാകാൻ പോകുന്നു. സിനിമയിൽ തിരക്കായി കഴിയുമ്പോഴത്തേന് ക്രിക്കറ്റ് കളിക്കാൻ ഇനി വരാൻ പറ്റിയില്ലെങ്കിൽ ഒരാളിനെ പകരം തരാം. അതായത് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ സിനിമയിൽ അഭിനയിക്കാനും സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ക്രിക്കറ്റ് കളിക്കാനും പറ്റിയ പകരക്കാരൻ ഞാൻ അങ്ങോട്ട് തരാം. ക്രിക്കറ്റ് കളിച്ചു. സൂപ്പർ പയ്യനുണ്ട്. ക്രിക്കറ്റാണ് അവന് മെയിൻ. അതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പയ്യനാണ്. അപ്പൊ ഈ ക്രിക്കറ്റ് ഒക്കെ കളിച്ച് നടക്കുന്നത്. ഞങ്ങൾ അവനെ യഥാർത്ഥത്തിൽ വിളിക്കുന്നത് ജൂശ്രീ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതെ അതെ, ജൂശ്രീ. അതായത് ജൂനിയർ ശ്രീശാന്ത്. അതിന്റെ ഷോർട്ട് സർക്യൂട്ട് ആണത്. ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണത്. ജൂശ്രീ എന്നാണ് അവനെ വിളിക്കുന്നത്. ശരിക്കും അവന്റെ പേര് സുശാന്ത് എന്നാണ് അവന്റെ പേര്. ഇത് ശ്രീശാന്ത്, അത് സുശാന്ത്. അങ്ങനെയാണ് അവന്റെ പേര്. അതെ അതെ. ഇപ്പൊ ആളിനെ വിളിക്കണോ? ഞാൻ പകരക്കാരനെ വിളിക്കണം. കാണണോ? കാണണോ? എല്ലാവരും വിളിച്ചേ ജൂശ്രീ ജൂശ്രീ ജൂശ്രീ. പടായില്ല. ഇതേതാ സാധനം? വെള്ളം വേണം എനിക്ക്. വെള്ളം വേണം. എണ്ണീര്. എന്തൊരു ആവശ്യമില്ലാത്ത പണി കാണിച്ചു വെച്ചു. നടക്കുന്നു. ജൂശ്രീ അല്ലേ, അത് സുശാന്ത് തന്നെയാണ്. നോക്കാൻ അങ്ങോട്ട് ആരാ വന്നിരിക്കുന്നതെന്ന്. ആരാ? ഇടാ അങ്ങോട്ട് നോക്കണേ. ആരാ വന്നിരിക്കുന്നത്? അയ്യോ, ശ്രീശാന്ത്. അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. നമസ്കാരം. അവ ഈ വെയിലത്തോടി വന്നിട്ട് കണ്ണാ തിരുട്ട് കയറി കാണും. അതാ അവന് മനസ്സിലാകാതെ പോയില്ല കേട്ടോ. നല്ല. അതെ, ശ്രീ എപ്പോഴാ ഒന്ന് ഫ്രീ ആവുന്നേ? എന്തിന് പറഞ്ഞോ? അല്ല, നമുക്കൊന്ന് ഇരിക്കണമായിരുന്നു. എന്റെ കൂടെ ഇപ്പൊ ഇരിക്കുകയും ചെയ്യും. ക്രിക്കറ്റ് കളി സിനിമയും വിട്ട്. അല്ല, അതല്ലെന്നേ, നമുക്കൊന്ന് കോർക്കണമായിരുന്നു. കോർക്ക. അത് കറക്റ്റ് ആയിരിക്കും ശ്രീ. കാരണം യവന് ഈ വരവണക്ക് ഇരിക്കുവാന്നല്ലോ. അപ്പൊ ഈ ചൂണ്ടക്കകത്ത് ഇങ്ങനെ കോർത്തിട്ട് മീൻ പിടിക്കാം. അത് നല്ല. ഇയാളൊന്നും ഉണ്ടായിരുന്നേ. എന്താന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. ഒരു കാര്യം ചെയ്യൂ, ശ്രീക്ക് എന്നോടൊപ്പം കളിക്കാൻ ഒരു ആഗ്രഹം തോന്നുമല്ലോ. ഒരു ബോൾ എറിഞ്ഞു ഞാനൊന്ന് ബാറ്റ് ചെയ്യട്ടെ. ബോളില്ലല്ലോ. വേണ്ട, ആക്ട് ചെയ്താൽ മതി. ആക്ട് ചെയ്യണം. ബോൾ ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്തോളൂ. ആണോ? നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കട്ടെ. ഓഹോ, അപ്പൊ ഞാനും ഉണ്ടെന്ന് കൊമ്പ് കോർക്കാൻ. ഞാൻ കീപ്പറായിട്ട് നിൽക്കുന്നു. ഞാൻ കീപ്പർ. ഓക്കെ, ഞാൻ കീപ്പറാണ്. അമ്പയർ. അമ്പയർ കേട്ടോ. റീപ്ലേ കാണിക്കണം. റീപ്ലേ കാണിക്കണം. റീപ്ലേ കാണിക്കണ്ട. റീപ്ലേ കാണിക്കണം. റീപ്ലേ കാണിക്കണ്ട. റീപ്ലേ കാണിച്ചേ പറ്റൂ. റീപ്ലേ കാണിച്ചേ പറ്റൂ. റീപ്ലേ കാണിക്കണ്ട. റീപ്ലേ കാണിക്കണം. ഔട്ടല്ല. ഓക്കേ, നമുക്ക് അനുസരിച്ച് ചോദിക്കാം. റീപ്ലേ കൊടുക്കണം. റീപ്ലേ കാണിക്കണം. എന്തായാലും കാണിക്കണം. വേണ്ട, വെറുതെ റീപ്ലേ കാണിക്കണ്ട. റീപ്ലേ കാണിക്കണം. കാണിക്കണം. റീപ്ലേ കാണിക്കണം. ഓക്കേ, റീപ്ലേ കാണിക്കണം. ഔട്ടാണെന്ന് നമുക്കറിയണ്ടേ? I think because Dhoni's there and he's got a few hitters that's still to come, I think they're probably just in front. But get Dhoni out, and then I think it's this is a big openings. Xavier Dhoni has been given the 49. His last എളുപ്പം അറുത്തിട്ട് മോലാളി അടുത്ത തടിയും കൊണ്ട് വരും. ഇനി അത് വിഷയമാണ്. അറുത്ത് മുറിച്ചിട്ട് അടുത്ത ലോഡ് വരും. ഓ കേട്ടോ, ഇതോ കൈയിന്റെ ഇടയ്ക്ക് കേട്ടില്ലേ ആള് കൊണ്ട് കൈ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തായിരുന്നു നിങ്ങളുടെ ജോലി. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് റീപ്ലേ പോണ്ടാന്ന്. എനിക്ക് കുറച്ച് ഡൗട്ട് ആണ്. എന്ത്? Are you sure you're a cricketer? എനിക്ക് തോന്നുന്നത് യവനെ യഥാർത്ഥത്തിൽ ക്രിക്കറ്റ് അല്ല കളിക്കേണ്ടത്. പിന്നെന്താ? യവനെ ഫുട്ബോളാണ് കളിക്കേണ്ടത്. ഫുട്ബോളാ? അതെങ്ങനെ? ഇങ്ങോട്ട് മറിയില്ല, തിരിഞ്ഞില്ല. ഓക്കേ ഓക്കേ.